ചക്കയുടെ സീസണാണല്ലോ. ഇന്ന് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചക്ക വെച്ച് ചിപ്സ് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചക്കയുടെ സീസൺ ആകുമ്പം എല്ലാവരും വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചക്ക ചിപ്സ്. എന്നാലും ചക്ക ചിപ്സ് ഉണ്ടാക്കി ഉടനെ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്സും ക്രിസ്പിനെസ്സും പിന്നീട് നമുക്ക് കിട്ടാതെ വരാറുണ്ട്. ഫ്രഷ് ആയിട്ട് തന്നെ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളോളം അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചക്ക സെലക്ട് ചെയ്യുമ്പോൾ നല്ല മൂത്ത് പാകമായിട്ടുള്ള ചക്ക വേണം എടുക്കാൻ. അതുപോലെ ഈ ചക്കയുടെ പൾപ്പിന് നല്ല കട്ടിയുള്ള നല്ല തിക്കായിട്ടുള്ള പൾപ്പുള്ള ചക്ക എടുക്കുന്നതാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഞാൻ എടുത്തിരിക്കുന്ന ചക്ക നല്ല മൂത്തിട്ടുള്ളതാണ്, എന്നാലും ഭയങ്കര തിക്കായിട്ടുള്ള ചുളയൊന്നുമല്ല അതിനുള്ളത്. എന്നാലും ഈ ഉള്ളിയുടെ തൊലിയൊക്കെ പോലെ അത്ര നേരിയതൊക്കെയുള്ള ചക്ക ഉണ്ടാകും. അതൊക്കെ എടുത്തിട്ട് ചിപ്സ് ആക്കിയാൽ അത്ര കൊള്ളില്ല. ഞാൻ എങ്ങനെയാണ് ചിപ്സ് ആക്കാൻ കട്ട് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിന്റെ കുരുവും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഒരേ നീളത്തിലും വണ്ണത്തിലും കട്ട് ചെയ്ത് വെക്കും. ഇതിലും ഭയങ്കര വീതി കൂട്ടിയിട്ട് കട്ട് ചെയ്താലും അതുപോലെ ഇതിലും ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്താലും വീതി കുറച്ചിട്ട് കട്ട് ചെയ്താലും അത് അത്ര ടേസ്റ്റി ആയിരിക്കില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഈ ഒരു രീതിക്ക് ഈ ഒരു ഷേപ്പിൽ ഒരു മീഡിയം വീതിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് നമ്മൾ നടുവിലത്തെ പോർഷനാണ് എടുക്കുന്നത്. ബാക്കി രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമ്മൾ ചക്കപ്പുഴുക്കാക്കാനും ഒക്കെ എടുക്കാം. ചക്കയുടെ ഒരു പൾപ്പ് എടുത്ത് റഫ്ലി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ വീതി കൂടിയത് ഫ്രൈ ആവില്ല, എന്നാൽ വീതി കുറഞ്ഞത് നല്ലോണം ഫ്രൈ ആകും. ഇതിപ്പോൾ യൂണിഫോം ആയിട്ട് കട്ട് ചെയ്യുമ്പം എല്ലാം നല്ല രീതിക്ക് ഒരേപോലെ വരും, കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാ വർഷവും ചക്കയുടെ സീസൺ ആകുമ്പോൾ ഞാൻ ഇതേ രീതിക്കാണ് ചക്ക വറുത്ത് വെക്കാറ്. അപ്പോൾ ഇത് കുറേ ദിവസം ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി നിൽക്കാറുണ്ട്. ഒരു മാസത്തിലധികം നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. വെളിച്ചെണ്ണയായാലും പാം ഓയിലായാലും ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉപ്പോ മഞ്ഞളോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ചക്ക അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എണ്ണയിലിട്ട ചക്ക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴേക്കും അത് ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങും. അത്രയാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയ ചക്ക നമുക്ക് ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലവർ മീനൊക്കെ പൊരിക്കുന്നത് പോലെ നമ്മുടെ ചക്ക കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒക്കെ തേച്ച് അതാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തിളച്ച് വരുമ്പം അതിലേക്ക് ഉപ്പും വെള്ളം കുടഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചക്ക ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നവരുണ്ട്. ഞാനിത് രണ്ടും അല്ല ചെയ്യുന്നത്. നമ്മുടെ ചക്ക ഫ്രൈ ചെയ്ത് നേരെ ന്യൂസ് പ്രിന്റിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പ് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചക്ക എണ്ണയിൽ നിന്ന് കോരി മാറ്റി ചൂടോടെ തന്നെ ഉപ്പ് വിതറി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്പൂണോ അല്ലെങ്കിൽ കയ്യോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കോരി മാറ്റുമ്പോഴും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇങ്ങനെ വിതറി കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ 2-3 ട്രിപ്പ് ആകുമ്പം അത് മാറ്റി പുതിയത് വേറൊരു ന്യൂസ് പ്രിന്റിൽ വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പഴയതിൻ്റെ അകത്തേക്ക് ഉപ്പ് കൂടുതൽ പോയി ഉപ്പ് അധികമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യെല്ലോ കളർ എങ്ങനെയാണ് വരുന്നതെന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ ആദ്യത്തെ ഒരു ട്രിപ്പ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഗോൾഡൻ കളർ ആകുമ്പം നല്ല ക്രിസ്പി ആകും. ഗോൾഡൻ കളർ ആകുമ്പം അപ്പോഴാണ് കോരി മാറ്റേണ്ടത്. നമ്മളെടുത്തത് മൂത്ത ചക്കയാണെങ്കിൽ അത് ഗോൾഡൻ കളർ ആകുമ്പം കോരി മാറ്റിയത് തണുത്ത് കഴിയുമ്പോൾ നല്ല യെല്ലോ കളറായിട്ട് തന്നെ ഉണ്ടാകും. ഞാൻ ഇതിലേക്ക് മഞ്ഞളോ മഞ്ഞ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, എന്നാലും നല്ല യെല്ലോ കളറിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ ഫ്ലേവർ വേണം, മഞ്ഞൾ ചേർക്കണം, കുറച്ചും കൂടി യെല്ലോ കളർ വേണം എന്നൊക്കെ ആണെങ്കിൽ ഉപ്പ് ചേർക്കുന്ന ആ ഒരു ടൈമിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പോയാൽ മതി. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, മൂത്ത ചക്ക എടുക്കുക ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ടിപ്പ്. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ അതൊരു നല്ല കഴുകി തുടച്ച വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത എയർ കടക്കാത്ത ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ ഇതേ ഒരു ഫ്രഷ്നെസ്സിലും ക്രിസ്പിനെസ്സിലും സൂക്ഷിക്കാൻ പറ്റും. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചക്കപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള യൂസ്ഫുൾ നോട്ടിഫിക്കേഷന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.